പ്രിയ ജില്ലാ നേതാക്കന്മാരെ, മണ്ഡലം നേതാക്കന്മാരെ, എൻ്റെ മുന്നിലുള്ള പ്രിയ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, നമ്മൾ 14 തീയതി കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചു. നമ്മൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ രാജ്യം നിലനിൽക്കുന്നതിന്, രാജ്യം തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ 13 ജില്ലകളും കഴിഞ്ഞ 14ാമത്തെ ജില്ലയിലെത്തുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജാഥ പ്രവർത്തകരും കേരളത്തിലെ ജനവും ഏറ്റെടുത്തുകൊണ്ട് അതിഗംഭീരമായി വിജയിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. വൻ വിജയമാണ് നമ്മുടെ ജാഥ. ഈ ഉയർത്തെഴുന്നേൽപ്പ്, നമ്മൾ പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വന്നവർ, പാർട്ടിയെ നെഞ്ചോടെ ഏറ്റെടുത്തവർ, അതുപോലെ തന്നെ ഇവിടെ ജാഥാ ക്യാപ്റ്റൻ പറഞ്ഞത് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട പുരോഹിതരും കന്യാസ്ത്രീകളും വിവിധ മതത്തിൽപ്പെട്ട മതനേതൃത്വങ്ങളുമൊക്കെ വളരെ ആവേശപൂർവ്വം നമ്മുടെ ജാഥയെ വരവേറ്റു. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ വരവേൽപ്പ് നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂട്ടി, ആ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ചില ആളുകളുടെ ചിന്ത ജനാധിപത്യം എന്നത് കേവല ഭൂരിപക്ഷത്തിന്റെ മാത്രം ചില കുത്തകയാണ് എന്നുള്ളതാണ്. അതല്ല, മറിച്ച് സർവ മനുഷ്യർക്കും ഇടം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ജനാധിപത്യം നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കണം. ഈ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കർഷകർക്കെതിരായിട്ട് വന്നിരിക്കുന്ന കരിനിയമങ്ങൾ അത് പിൻവലിക്കണം. നമ്മൾ ജാഥ 14-ാം തീയതി തുടങ്ങുമ്പോൾ 13-ാം തീയതി ഡൽഹിയിൽ കർഷകർ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഡൽഹി ചലോ. ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി കർഷക ജനത അവരുടെ ഉപകരണമായ ട്രാക്ടറും ട്രക്കുകളും ഇതര വാഹനങ്ങളുമായി പോകുമ്പോൾ ഗവൺമെന്റ് അവരെ ഒരു ശത്രു സൈന്യത്തെ കാണുന്നത് പോലെയാണ്. 12 അടി ഉയരത്തിൽ മതില്, അത് കോൺക്രീറ്റ് ചെയ്യുന്നു, കമ്പിവേലികൾ വെക്കുന്നു, മുള്ളുവേലികൾ കെട്ടുന്നു, ഷോക്ക് പിടിപ്പിക്കുന്നു. ഹരിയാന, ഡൽഹി കേന്ദ്ര സർവേ പോലീസുകള് ഇങ്ങനെ സർവമാനമായ യുദ്ധസന്നാഹങ്ങളുമായി ഇന്ത്യയിലെ ജനങ്ങളെ, കർഷകനെ ശത്രുവിനെ പോലെ കാണുന്നു. അതിവിടെയും അങ്ങനെ തന്നെയാണല്ലോ. കേരളത്തിൽ വയനാട്ടിലെ കർഷകർ, നമ്മൾ ഒരു ദിവസം ജാഥ നിർത്തിവെച്ചു. കർഷകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അവരുടെ ഹർത്താലിന് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മുടെ ജാഥ നമ്മൾ നിർത്തിവെച്ചു. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ വയനാട് സന്ദർശിച്ചിട്ടില്ല. കർഷകനെ പരിഹസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദിയും പറയാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് 82 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കും മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുദ്രാവാക്യം വിശപ്പിൽ നിന്ന് മോചനം. 82 കോടി ജനം ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 54% വരുന്ന 2014 മുതൽ 1947 മുതൽ 2014 വരെ ഇന്ത്യയുടെ ആഭ്യന്തര ദേശീയ കടബാധ്യത 50 ലക്ഷമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 67 വർഷം കൊണ്ട്. പക്ഷെ ഈ കഴിഞ്ഞുപോയ 2014 ശേഷം ഏതാണ്ട് 8 വർഷം കൊണ്ട് അത് 150 ലക്ഷം കോടി കടബാധ്യതയാണ് ഇപ്പൊ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോ
യുവാക്കളെ കുറിച്ചൊക്കെ ഭയങ്കരമായി പറയുന്നു. വർഷങ്ങളിൽ അതാണല്ലോ മോഡി ഗ്യാരണ്ടി. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കും. 53% യുവാക്കളാണ് ഇന്ത്യയിൽ. ആ യുവാക്കളിൽ 24% പേർക്ക് തൊഴിലില്ല, ഒരു തൊഴിലുമില്ല എന്നുള്ളതാണ്. രാജ്യത്ത് പട്ടിണി മരണം ഉണ്ടാകാൻ വേറെന്ത് വേണം? ലോക രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ക്ഷേമ സൂചികയിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ കുറവ് ഭാരതത്തില് ഇപ്പോ ഒരു അരി വരുന്നിട്ടുണ്ട്, ഭാരത് അരി. റേഷൻ കടയിൽ അരിയില്ല, സൗജന്യ റേഷൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഭാരത് അരി, അരിക്ക് പേരിട്ടിരിക്കുന്ന നമ്മൾ പല പേരാണ് നേരത്തെ കണ്ടത്. സുലേഖ, മട്ടൻ, കുത്തരി, പല പേരായിരുന്നു. ഇപ്പൊ ഭാരത് അരി എന്ന് പറയുന്നത് 29 രൂപയാണ് അരിയുടെ വില. പക്ഷെ അത് വേവിക്കാൻ 910 രൂപയുടെ ഗ്യാസ് വേണം. ആ 910 രൂപയുടെ ഗ്യാസ് വേണമെന്ന് ചോദിച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ്. അരി തരും, ആ അരി വേവിക്കണമെങ്കിൽ ഗ്യാസ് വേണം. ഗ്യാസ് ചോദിച്ചാൽ രാജ്യദ്രോഹ കുറ്റം. അപ്പോ ഈ അരി എന്തിനാണ് തരുന്നത്? ഈ ഗ്യാസ് എന്തുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടി വരുന്നു? നിത്യോപയോഗ സാധനങ്ങൾ പോലും രാജ്യത്ത് മോഡി ഗ്യാരണ്ടിയിൽ തരാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ പറഞ്ഞു, നമ്മുടെ ഗവർണർ അദ്ദേഹം ചാൻസലറാ. ഈ ചാൻസലർ വിചാരം ഞാൻ മഹാരാജാവാന്നുള്ള. അദ്ദേഹം ചാൻസലർ മഹാരാജാവുമല്ല, മനുസ്മൃതി ഭരണഘടനയുമല്ല. അദ്ദേഹം മനുസ്മൃതിയാണ് ഭരണഘടന എന്ന് വിചാരിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ മഹാരാജാവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നടക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, ഇവിടെ സമയത്തിന്റെ വളരെ പരിമിതമാണ്. അപ്പൊ ഈ രീതിയിൽ കർഷകരോടും പട്ടിണിപ്പാവങ്ങളോടും സൗജന്യ റേഷൻ വേണ്ടവരോടും ഒക്കെ കാണിക്കുന്ന മനോഭാവം, ഇത് അതിനോടുപരി നമ്മുടെ ഭരണഘടന, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷങ്ങൾ, ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പാർട്ടിയെ അതിശക്തമായ രീതിയിൽ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരണം. തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമൊക്കെയാണ് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇപ്പോ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് പല ആളുകൾക്കും ആകാംക്ഷകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടി ഇനിയും വളരെയേറെ ഈ സംസ്ഥാനത്ത് വളരേണ്ടതുണ്ട്, രാജ്യത്ത് വളരേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഈ ജാഥയുമായി കഴിഞ്ഞ 12-ാം തീയതിയും 10-ാം തീയതിയും മുതൽ അതിനു മുമ്പ് തന്നെ 10-15 ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്രാഞ്ച് പ്രസിഡന്റുമാർ, നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർ, നമ്മളോട് ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവർ, ഇങ്ങനെ പല രീതിയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന 10, 15, 12 ദിവസം കൊണ്ടാണ് നമ്മൾ ജാഥയുടെ ക്രമീകരണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയത്. ഇതിനൊക്കെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.